ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും റാഹത്തായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് 16ാമത്തെ നോമ്പാണ്. ഇത് ഇന്നലെ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ 16ാമത്തെ നോമ്പാണ് നാളെ. അതായത് ഇന്ന് 17ാമത്തെ നോമ്പും ബദരീങ്ങളാണ്ടും പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒപ്പം മരിച്ച ദിവസമാണ് കേട്ടോ. ഇപ്പാൻ്റെ ആണ്ടും ഞങ്ങൾ കഴിക്കലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞാനും കുട്ടികളും സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മളെ തറവാടും കാര്യമൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ കാക്കൂൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് 4 ആങ്ങളമാരുണ്ട് കേട്ടോ. അപ്പം അടുത്തടുത്ത് തന്നെയാണ് എല്ലാവരും വീട്. ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരെ, അതായത് വണ്ടൂർ കേട്ടോ. ഇവർക്ക് നല്ലൊരു ദൂരമാണ്. അപ്പോൾ അവർക്ക് വീട് അടുത്തടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങളെ വീട് എൻ്റെ തറവാട് പോലെയാണ്. എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് വീട്ടിലും എല്ലാ പരിപാടിയും കാര്യമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. സൗകര്യം കാര്യം ഇവിടെയാണ്. പിന്നെ അതുമല്ല സാമ്പത്തികമായിട്ടും ഓനെ കഴിയുള്ളൂ കേട്ടോ. എല്ലാം കൊണ്ടും എല്ലാ കാര്യത്തിനും ഉണ്ടാക്കാനും കുടിച്ചാനും കൊടുക്കാനൊക്കെ അൽഹംദുലില്ലാ ഓന് നല്ല റാഹത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടുതൽ ഞങ്ങൾ വലിയ കുടുംബമാണ്. ഞങ്ങൾ 9 മക്കളുണ്ട്. മക്കളും പിന്നെ മക്കൾ പേരക്കുട്ടികൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ വലിയൊരു ഫാമിലി തന്നെയാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ എല്ലാവരും എല്ലാ പ്രാവശ്യം ഇവിടെ കൂടലുണ്ട്. നോമ്പ് തുറവിയിട്ട് ഇപ്പാൻ്റെ ആണ്ടും ബദരീങ്ങളാണ്ടും അന്ന് അതുപോലെ കൂടലാണ് എല്ലാവരും തുറക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ വലിയൊരു കുടുംബം തുറക്കാൻ. അങ്ങനെ എല്ലാ പ്രാവശ്യവും 2 വർഷമായിട്ട് ഞാനും മക്കളൊന്നും വരലില്ല. എനിക്ക് വരാൻ പറ്റാത്തൊരോ കൂടാൻ പറ്റലില്ല 2 വർഷമായിട്ട്. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും മക്കളും നേരത്തെ തന്നെ എത്തിക്കണം. അതായത് അപ്പോൾ ഞങ്ങൾ വരുന്നില്ല പ്രതീക്ഷ വരിക്കില്ലേനി. ഞങ്ങൾ വന്നപ്പോഴാണ് ഇവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു വിടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓലിക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിക്ക് തുറക്കാൻ വന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടുന്ന് പെട്ടെന്നൊന്നും പോരാൻ പറ്റില്ലല്ലോ. തുറവിൻ്റെ അന്ന് പോരാന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കാക്കൂന് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഉമ്മാനെ ഇത്താൻ്റെ വീട്ടിൽ ആക്കിയാണ്ട് ഞാനും കുട്ടികളും പോന്നു. കാക്കുമില്ല, ഇമ്മയില്ല, പിന്നെ ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ പോകുന്നതാണ് മക്കളും. ഞാൻ ഒരുപാട് ആയിനും ഇങ്ങോട്ട് വന്നിട്ട് കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും കാണാനിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ ഒരു ദിവസമെങ്കിലും നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചും കണ്ടാണ് ഞങ്ങൾ തലേ ദിവസം വന്നത്. അങ്ങനെ ഇവിടെ വന്നത് അവർ പിന്നെ അവർക്കുണ്ടാക്കിയ ഫുഡും കാര്യമൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാവരും ഉണ്ടാക്കണ ഐറ്റംസൊക്കെ തന്നെയാണ്. സാധാ അപ്പം ചുട്ടിക്കണ്, പിന്നെ പൊറാട്ട കൊണ്ടിരിപ്പിച്ചിക്കണ്, ചിക്കൻ കറി ഉണ്ടാക്കി, ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നാത്തൂന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡാണ്. അങ്ങനെ അതൊക്കെയാണ് നമുക്കൊന്ന് തുറക്കാൻ ഉണ്ടാക്കിയത്. പിന്നെ കട്ലറ്റ്, സമൂസ, ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ഇങ്ങനെയല്ലേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പെട്ടെന്നായതുകൊണ്ടാണ് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ നാത്തൂന്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് തറാവി നിസ്കരിക്കാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ലേഡീസ് കുറച്ച് നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓരോ കൂട്ടത്തിൽ നിസ്കരിക്കാമല്ലോ വിചാരിച്ചങ്ങാണ്ട് ഞാനും പോയി ഇവരെ കൂടെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. അപ്പം ഇവിടെ നമ്മളെ പള്ളിക്ക് നിന്ന്
എന്താ ഉസ്താദ്മാർക്ക് ചിലവാണെന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മളെ തുറവിൻ്റെ അന്ന് രാത്രി ഇവർ പെലച്ചക്ക് അങ്ങനെയാണ് ചിലവ് കൊടുക്കില്ല കേട്ടോ സാധാരണ. അപ്പം ഒന്ന് ഇങ്ങനെ വിളിച്ചപ്പം പെട്ടെന്നായപ്പോൾ പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം പെലച്ചക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പയറ് തോരൻ വെക്കുന്നുണ്ട്, ചീര തോരൻ വെക്കുന്നുണ്ട്, ചീര താളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പെലച്ചക്ക് നീച്ച് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നാത്തൂനും ഇത്തിമാടെ ഇവിടെ തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ ഇത്താൻ്റെ വീട് ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഓരും ഞങ്ങൾ വന്നപ്പോൾ തുറക്കാൻ വന്നീനു. അപ്പോൾ പിന്നെ ഒരു പോകാതെ ഇവിടെ തന്നെ നിന്നു, കാരണം ഈ ഫുഡൊക്കെ അവർക്ക് കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെക്കണം. പിന്നെ ചൂടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചങ്ങാണ്ട് ചീരത്തോരനും പയറ് തോരനും ചീരത്താളിപ്പ്, പിന്നെ വലിയ മാന്തളുണ്ട് പച്ചമാന്തൾ അത് പൊരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഉസ്താദിന് പറഞ്ഞ് മുട്ട പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയതൊക്കെയാണല്ലോ അങ്ങനെ. പിന്നെ ചോളാണ്ടി കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊടുക്കാണ്ട്. അപ്പോൾ ഒന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ സുഖമാണല്ലോ, പൊളിച്ചൊക്കെ നമുക്ക് ചൂടാക്കിയാൽ മതിയല്ലോ ഇറങ്ങടെ എല്ലാം ഉണ്ടാക്കി വെക്കുകയാണ് ഇവർ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും കേട്ടോ കടന്നപ്പം. ഞാൻ പിന്നെ കുറച്ചൊക്കെ നിന്നുങ്ങാണ്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോയി. Moonlight spills through
പൊലിച്ചായി ഉസ്താദന്മാർക്കല്ലേ ഫുഡൊക്കെ ചൂടാക്കി ഒക്കെ റെഡിയാക്കി ആങ്ങളെൻ്റെ മോന് കൊണ്ടുപോകാൻ കേട്ടോ വണ്ടിമേ. അവിടെ അടുത്തോട്ടടുത്ത് തന്നെയാണ് പള്ളി. അങ്ങനെ മോന് വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.